ഹായ് ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മലയാളി വുമൻസ് എറ. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്നപ്പോൾ കുതിരാൻ തുരങ്കമൊക്കെ കയറി പോയിക്കൊണ്ടിരിക്കുന്നത് പാലക്കാടേക്കാണ്. ചുമ്മാ 1-2 ദിവസം അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കൂട്ടത്തിൽ തമിഴ്നാട്ടിലുള്ള മസാനിയമ്മൻ കോവിലും പിന്നെ കൊല്ലങ്കോടൊക്കെ ചുമ്മാ ഒന്ന് കറങ്ങണമെന്നും കൂടി കരുതുന്നു. നമ്മുടെ ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് ഏകദേശം ഇപ്പോൾ ഒരു കുറച്ചധികം മാസമായിട്ടുണ്ട്. കഴിഞ്ഞ ജൂണിലായിട്ട് എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ്. പിന്നെ ഇത് അപ്ലോഡ് ചെയ്യാൻ വൈകി ലാസ്റ്റ് ഈ ഒരു സമയമായി. അപ്പം നമ്മൾ രാത്രി ഒരു 7:30 ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 11:45 ആയി പാലക്കാട് എത്തിയപാട് നല്ല കാറ്റായിരുന്നു. പാലക്കാട് പൊതുവേ രാത്രി സമയങ്ങളിൽ ചെറിയ കാറ്റൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ പക്ഷേ ഒരു മൺസൂൺ ടൈം കൂടി ആയതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല തണുത്ത കാറ്റായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വന്നപാടെ തന്നെ കാറ്റ് കൊള്ളാനായിട്ട് റോഡിലേക്ക് ഇറങ്ങി നടക്കിയിരുന്നു. ഇവിടുത്തെ പ്രഭാത കാഴ്ചകൾ പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയാണ്. പിന്നെ ഇതൊരു മഴക്കാലം കൂടി ആയതുകൊണ്ട് നമ്മുടെ പ്രകൃതിയുടെയൊക്കെ സൗന്ദര്യം കൂടി നിൽക്കുന്നൊരു ടൈമായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ കാഴ്ചകളൊക്കെ കണ്ട് ആൾക്കാർ ജോലിക്ക് പോകുന്നതും പശുക്കളെയൊക്കെ മാറ്റി കെട്ടുന്നതും അങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ റോഡിൽ നിൽക്കുകയായിരുന്നു. ഈ ഒരു ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ ശരിക്കും മഴക്കാലം തന്നെ വരണം. മഴക്കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരു പ്രത്യേക പച്ചപ്പായിരിക്കുള്ളൂ ചുറ്റുപാടും കാണാനായിട്ട്. ഈ ഒരു മാർച്ച് മാസത്തിലൊക്കെ അവിടെ നല്ല ഡ്രൈ ആയിരിക്കും. അപ്പോൾ നമ്മുടെ കുഞ്ഞപ്പനും ടീമും കൂടി കടയിൽ പോകുന്ന സീനാണ് കാണുന്നത്. ഇവിടെ ഇപ്പോൾ രാവിലെ തന്നെ ഓരോരോ പ്രിപ്പറേഷൻസിലാണ്. ഇതിപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടിയിട്ടുള്ള തോരന് വേണ്ടിയിട്ട് അരിയുന്നതാണ്. പിന്നെ അടുക്കളയിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള സാമ്പാറും പിന്നെ ഉച്ചക്കലത്തെ റൈസിനുള്ള കാര്യങ്ങളും എല്ലാം അങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കൂടെ കൂട്ടുകൂടാനായിട്ട് ഒരാൾ എവിടെ നിന്നോ ചീറിപ്പാഞ്ഞ് വരും. നമ്മുടെ പണ്ടത്തെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം. ഇവിടെ വരുമ്പോൾ എവിടെ നിന്നോ വന്ന് കൂടുന്നതാണ്. പിന്നെ നമ്മൾ പോകുന്നത് വരെ നമ്മുടെ പുറകെ തന്നെ ആശാൻ നടക്കും. അപ്പോൾ ചുമ്മാ ഒരു മോർണിംഗ് വാക്ക് പോലെ ഞാനും നമ്മുടെ പട്ടിക്കുട്ടനും കൂടി നടക്കുകയായിരുന്നു. പിന്നെ ഇതിവിടെ അടുത്ത് തന്നെയുള്ളൊരു സ്ഥലമാണ്. നല്ല പാറക്കെട്ടും വെള്ളമൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഒരു റീലൊക്കെ എടുത്ത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റീലെടുക്കാനുള്ള സ്ഥലമൊക്കെ നോക്കി വന്നപ്പോൾ കണ്ടതാണ്. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ ഈ സ്ഥലമൊക്കെ വേറെ പല പർപ്പസുകൾക്കാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ നിന്ന് വീഡിയോ എടുക്കുന്നതും റീലൊക്കെ എടുക്കാൻ പോകുന്നതൊക്കെ കണ്ടിട്ട് ആൾക്കാർക്ക് ഭയങ്കര പുച്ഛവും പരിഹാസമൊക്കെ ആയിരുന്നു. എന്നിരുന്നാലും ഈ ഒരു സ്ഥലം നല്ല ഭംഗിയുള്ളതുകൊണ്ട് നമ്മളിവിടെ തന്നെ നിന്ന് 1-2 വീഡിയോസൊക്കെ എടുത്തു. പോകുന്ന വഴിക്ക് പല കാഴ്ചകളും ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് നമ്മൾ പിന്നെ നേരെ നോക്കി അങ്ങോട്ട് നടന്നു. പിന്നീട് അപ്പോൾ ഞങ്ങൾ ഈ റീലിന് വേണ്ടിയിട്ടുള്ള ഗംഭീര പ്രാക്ടീസിലായിരുന്നു. മറ്റേ അടടാ മഴടാ ആ ഒരു റീലായിരുന്നു ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ആകെ ഒരു 30-45 സെക്കൻഡിൻ്റെ റീലാണെങ്കിലും ഞങ്ങൾ പിന്നെ ഭയങ്കര പ്രോ ഡാൻസേഴ്സ് ആയതുകൊണ്ട് കുറേ നേരം പ്രാക്ടീസ് ചെയ്യണം. ഇവിടെ നിന്ന് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് സെറ്റായിട്ട് റീലെടുക്കാൻ പോകുമ്പോൾ അവിടെ 1 മുതൽ തെറ്റിക്കാൻ തുടങ്ങും. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഒരു കണക്കിന് 2 ആളും ഒരേപോലെയൊക്കെ കളിച്ച് വരുമ്പോഴേക്കും ഒന്നില്ലെങ്കിൽ ഫോണിൻ്റെ മെമ്മറി തീർന്നിട്ട് റെക്കോർഡായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചാർജ് തീരും. ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിരം കലാപരിപാടികൾ. എങ്കിലും ഞങ്ങൾ തോറ്റു കൊടുക്കേണ്ട ഒരു റീലെങ്കിലും എടുക്കാറുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ പ്രാക്ടീസ് കണ്ടിട്ട് മടുത്തിട്ടാണ് തോന്നുന്നത്. കുഞ്ഞു വന്നിട്ട് ഇടയ്ക്കിട്ട് വീഡിയോയിൽ വന്നിട്ട് ഒന്ന് നിർത്തിപ്പോ ആൻറ്റി അമ്മയെന്നാണ് അവനെ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഈ ഒരു വീഡിയോ എടുക്കുന്ന ടൈമിൽ അവൻ സംസാരിക്കാറ് അങ്ങനെ ആയിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ഞങ്ങളുടെ കളികൾക്കിടയിൽ അവൻ്റേതായ കളികളിൽ അവനും ബിസിയായിരുന്നു. ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ ആ ഒരു ടൈം മിസ് ചെയ്യുന്നു.
ഈ പ്രാവശ്യം ഞങ്ങൾ സ്റ്റെപ്സൊക്കെ ഒരുവിധം പഠിച്ചിട്ടൊക്കെ ആയിരുന്നു ചെന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ വില്ലനായിട്ട് വന്നത് മഴയാണ്. പിന്നെ നമ്മുടെ പാട്ട് അടടാ മഴടാ ആയതുകൊണ്ട് കണ്ടിന്യൂ ചെയ്തു റീല്. റീൽസ് എടുക്കലൊക്കെ കഴിഞ്ഞിട്ടപ്പോൾ നമ്മൾ വൈകുന്നേരം ആയപ്പോഴേക്കും ഇവിടെ പൊള്ളാച്ചി അടുത്തുള്ള മസാനി അമ്മൻ കോവിലിലേക്കാണ് പോയത്. അപ്പോൾ ആദ്യമായിട്ടാണ് ആ ഒരു കോവിലിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഇവിടെ കുറച്ച് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ക്ഷേത്രത്തിൽ അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു. നമ്മൾ വന്നപ്പോൾ പൂജയോ മറ്റോ നടക്കുന്നത് കൊണ്ട് കുറച്ച് നേരം ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. പിന്നെ ഇവിടെ 4.6 മീറ്റർ നീളത്തിൽ ഇങ്ങനെ ശയന രൂപത്തിലാണ് ദേവി കാണപ്പെടുന്നത്. അപ്പോൾ ഞാനതിൻ്റെ ഒരു പിക്ക് ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ ക്യൂ ഒക്കെ നിന്ന് പിന്നെ തൊഴുതിറങ്ങി. പിന്നെ അന്ന് എല്ലാവരും ക്ഷീണത്തിലൊക്കെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല. ഇതിപ്പോൾ നമ്മൾ പിറ്റേ ദിവസം ലഞ്ച് ടൈമാണ്. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് സ്പെഷ്യലായിട്ട് അവിയൽ, സാമ്പാർ, ചിക്കൻ കറി, അച്ചാർ, പിന്നെ നല്ല ചോറ്, ഇതൊക്കെയാണുള്ളത്. അപ്പോൾ അതൊക്കെ കൂട്ടി ഒരു ലഞ്ച് കഴിക്കാനുള്ള പരിപാടിയിലാണ് ഞങ്ങളെല്ലാവരും. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരാൾ ഉറങ്ങാനെന്ന വ്യാജേന, ഉറക്കം വന്നുണ്ട്, എന്നാലും മാഷാൻ ഉറങ്ങാനും കൂടി മനസ്സനുവദിക്കാതെ ഇവിടെ കിടപ്പുണ്ട്. ഫുഡ് ഇൻസ്പെക്ടറാണ്. എങ്ങനെയുണ്ട്? ചേട്ടതൊക്കെ നോക്കണം. ചോറാക്കി നോക്കണം. എല്ലാ കറിയും തൊട്ട് നോക്കിയട്ടാ. ചക്കര എന്താണെന്നാ അതേടാ കടലേക്ക് എടുത്ത് വെള്ളത്തിൽ കഴിക്കാൻ പോകുന്നുണ്ട്. ദൈവം എന്തൊക്കെ കാണുമോ. കഴിച്ചിട്ട് കടലക്കറിയുടെ പാത്രവും കഴിച്ചിട്ട് പോയാൽ മതി. നീ കൊച്ചിന് എന്ത് വേണം? അമ്പോ താങ്ക് യു. അതെ, ഞാൻ കൈയടിക്കണം. ഗുഡ് ബോയ്. എന്നെ ഇവിടെ നിന്ന് കഴിക്കേ. ഗുഡ് ബോയ് ഇവിടെ നിന്ന് കഴിക്കേ. ഗുഡ് ബോയ് ചോറിനെ. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ കിടന്ന് ഉറങ്ങി. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും കൊല്ലങ്കോടേക്കാണ് വന്നത്. ഇവിടെ നല്ല ഭംഗിയായിരുന്നു. എല്ലാ വട്ടവും വരുമ്പോൾ നമ്മൾ കൊല്ലങ്കോട് വരാറുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ പ്രാവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൺസൂൺ ടൈം ആയതുകൊണ്ട് മിനിറ്റിന് മഴ പെയ്യും, അപ്പം തന്നെ നിൽക്കുകയും ചെയ്യും. അതായത് ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ മഴയുണ്ട്,
പെട്ടെന്ന് പെയ്തിട്ട് പെട്ടെന്ന് നിൽക്കും, അങ്ങനത്തെ ടൈപ്പ് മഴ. അപ്പോൾ നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലത്ത് നമ്മളെത്തുമ്പോൾ എന്തായാലും റീലെടുക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് മോടിയൊക്കെ റീലെടുത്ത് വന്നപ്പോൾ വീണ്ടും നമ്മുടെ വില്ലൻ വന്നു. പക്ഷേ ഈ പ്രാവശ്യം പാടത്തിൻ്റെ ഒത്ത നടുക്കായതുകൊണ്ട് നമുക്ക് തിരിച്ച് ഓടി വണ്ടി കയറാതെ വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല. എന്നാലും പറ്റുന്ന വിധത്തിൽ 1-2 വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ നല്ല മഴ പെയ്തു, ഞങ്ങളെല്ലാവരും നനഞ്ഞു. ഓടി തിരികെ വണ്ടി കയറിയപ്പോൾ തന്നെ മഴയെ നിൽക്കുകയും ചെയ്തു. എന്നിരുന്നാലും മഴയത്ത് നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ കൊല്ലങ്കോട് നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. പിന്നെ അന്ന് രാത്രി ആയപ്പോൾ ടാറ്റയൊക്കെ പറഞ്ഞ് നാട്ടിലേക്ക് പോവാണ്. ദിവസം പോന്നു. ഒരു രാത്രി പോയപ്പോൾ ചെറിയൊരു വിഷമമായി, കുഞ്ഞും എല്ലാവരും കൂടിയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ നല്ലൊരു ചായയൊക്കെ കുടിച്ച് മഴക്കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇറാത്തിരിക്കുകയായിരുന്നു. അതിനുശേഷം പിന്നെ 2 വീലർ എടുത്തിട്ട് ചുമ്മാ അടുത്തുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഒരു കുഞ്ഞി റൈഡ് പോയിട്ട് തിരിച്ചു വന്നു. പിന്നെ നമ്മളും പയ്യെ പാലക്കാടിനോട് ബൈ ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതേപോലത്തെ വ്ളോഗ്സൊക്കെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ബൈ.